ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ICICI പ്രുഡൻഷ്യലിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ലൈഫ് കവറേജ് ലഭിക്കുന്ന സ്കീമാണ്, ബോണസ് ലഭിക്കുന്ന സ്കീമാണ്, ഗ്യാരണ്ടീഡ് ഇൻകം ലഭിക്കുന്ന സ്കീമാണ്, വളരെ പ്രശസ്തമാണ്. ഇത് ഒരു റിട്ടയർമെൻറ്റ് സ്കീം കൂടിയാണ്. മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആ സ്കീമിനെ കുറിച്ച് തന്നെയാവാം. 24 ലക്ഷത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത്. മാക്സിമം 30 വർഷം വരെയാണ് ഈ കവറേജ് ലഭിക്കുക. ഈ സ്കീമിൻ്റെ കാലാവധിയും 30 വർഷമാണ്. സ്റ്റാർട്ട് ചെയ്ത് 30 വർഷത്തിനുള്ളിൽ പോളിസി ഹോൾഡർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് 24 ലക്ഷം രൂപ ലഭിക്കും. കുടുംബത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണ് നോർമലി ഈ സ്കീം എടുക്കുന്നത്. കാരണം അവർക്ക് ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി സുരക്ഷിതമാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പ്രീമിയം കൂടുതൽ അടയ്ക്കുന്നതനുസരിച്ചിട്ട് ഈ 24 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള കവറേജ് ലഭിക്കുന്നതാണ്. മെച്യൂരിറ്റി ആകുമ്പോൾ നമുക്കൊരു ലംസം തുക ലഭിക്കുന്നുണ്ട്. അത് 26,23,380 ഇത് ടാക്സ് ഫ്രീ ആണ് കേട്ടോ. 35 വയസ്സ് പ്രായമുള്ള കുടുംബനാഥനാണ് ഈ ഒരു പോളിസി എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിന് ഒരു മന്ത്ലി ഇൻകം ലഭിക്കുന്നുണ്ടാവും. 6,000 രൂപയാണ് പെർ മന്ത് ലഭിക്കുന്നത്. ഇത് പോളിസി അവസാനിക്കുന്നത് വരെ ലഭിക്കും. മാസം 6,000 രൂപയാകുമ്പോൾ ഇയർലി 72,000 രൂപ വരും. പോളിസി കാലാവധിയായ 30 വർഷവും ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പോളിസി ഉടമയ്ക്ക് ഈ 6,000 രൂപ SIP ആയിട്ടും നിക്ഷേപിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷൻ. SIP നമ്മൾ ത്രൂ തന്നെ നിക്ഷേപിക്കാനും സാധിക്കും. ഓൺ ആൻ ആവറേജ് 15% റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്ന് വിചാരിക്കുക. പോളിസി ഹോൾഡർക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ 30 വർഷവും എല്ലാ മാസവും ഈ 6,000 രൂപ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4.21 കോടിയാണ് പോളിസി ഹോൾഡർക്ക് ലഭിക്കും. ഓർക്കുക, ഇത് ICICI പ്രുഡൻഷ്യലിൻ്റെ സ്കീമല്ല. അവർ തരുന്ന ക്യാഷ് നല്ല ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1 or 2 മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആയിട്ട് എല്ലാ മാസവും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ ക്യാഷ് വരുന്നു, ഓട്ടോമാറ്റിക്കലി തന്നെ SIPയിലേക്ക് പോകും. നമ്മളൊന്നും അറിയണ്ട. 15% റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതെങ്കിലാണ് 4.21 കോടി ലഭിക്കുക. ഇനിയിപ്പോൾ അത് 12% നോർമലി കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 12%. അതുകൊണ്ട് തന്നെ 12% ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 2 കോടിക്ക് മുകളിൽ എമൗണ്ട് ലഭിക്കും. മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന റിട്ടേൺ ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഡിസ്ക്ലൈമർ വായിച്ച് നോക്കുക. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് കൂടാൻ കുറയാം. പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ അല്ല. ടാക്സ് ഫ്രീ ഉള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, എന്നാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടിനും റിട്ടേൺ ടാക്സ് ഫ്രീ അല്ല. അതേസമയം ICICI പ്രുഡൻഷ്യലിൻ്റെ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൽ ലഭിക്കുന്ന എല്ലാ റിട്ടേണും ഈ 6,000 രൂപ അടക്കം ടാക്സ് ഫ്രീ ആണ്. മാസം 6,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് 30 വർഷം കൊണ്ട് 15% റിട്ടേൺ ലഭിക്കുന്നു എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടും കാര്യങ്ങളുമാണ് സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 21.60 ലക്ഷം രൂപയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗെയിൻ തന്നെ 4 കോടിയാണ്. 3.99 CR നമുക്ക് ലാഭം തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 4.21 കോടിയാണ്. ഈ 2.1 ലക്ഷം എന്നുള്ളത് നമ്മൾ നിക്ഷേപിച്ചത്, 4 കോടി എന്നുള്ളത് നമുക്ക് കിട്ടിയ ഗെയിനാണ്. ഈ പോളിസി എടുക്കാത്തവർക്കും വേണമെങ്കിൽ ഇതുപോലെ SIP ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാം. പോളിസി എടുത്തവർ എന്തായാലും ചെയ്യണം. കാരണം 6,000 രൂപ വെച്ച് അവർക്ക് കയ്യിൽ നിന്ന് അടയ്ക്കണ്ടല്ലോ, പോളിസിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അടയ്ക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതിയല്ലോ. എന്തായാലും അസറ്റ് പ്ലസിൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ പോളിസി എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തവരും കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ പോളിസി എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഡീറ്റെയിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ICICI പ്രുഡൻഷ്യലിലെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിൽ ഞാൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവരുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് സംസാരിക്കാനും സാധിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പോളിസി ഹോൾഡർ 20 വർഷമായപ്പോൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. നോമിനിക്ക് ഇൻഷുവേർഡ് തുകയായിട്ടുള്ള 24 ലക്ഷം രൂപ ലഭിക്കും. ഈ 20 വർഷവും എല്ലാ മാസവും ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലേക്ക് 6,000 രൂപ വരുന്നുണ്ടാകും. അത് അദ്ദേഹം SIP ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ 15% വെച്ച് റിട്ടേൺ അസ്യൂം ചെയ്താൽ
14.40 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഏകദേശം 91 ലക്ഷം രൂപ റിട്ടേണും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കറക്റ്റ് എമൗണ്ട് 90.96 ലക്ഷം. നേട്ടം മാത്രം 76.56 ലക്ഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഈ ഒരു പോളിസി അവസാനിക്കുന്നതാണ്. എന്നാൽ SIP വേണമെങ്കിൽ നോമിനിക്ക് കണ്ടിന്യൂ ചെയ്യുകയോ അത് നോമിനിയുടെ ഇഷ്ടമാണ്, വിഡ്രോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു പോളിസിക്ക് അടയ്ക്കേണ്ട പ്രീമിയം എത്രയാണെന്ന് നോക്കാം. വർഷത്തിലാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. 2 ലക്ഷം രൂപയാണ് പ്രീമിയം എമൗണ്ട്. 10 വർഷത്തേക്കാണ് അടയ്ക്കേണ്ടത്. ഓർക്കുക, ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ടിന് ഗവൺമെൻറ് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ നമ്പറിൽ 5 ലക്ഷം രൂപ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 ലക്ഷം രൂപയാണെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് 26 ലക്ഷവും ലൈഫ് കവറേജ് 24 ലക്ഷവും മന്ത്ലി 6000വുമാണ് ലഭിക്കുക. 5 ലക്ഷമാകുമ്പോൾ അതിന് തത്തുല്യമായ വർധനവ് ഈ തുകകളിലെല്ലാം ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഇൻഷുറൻസാണ് ലൈഫ് ഇൻഷുറൻസ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം അനാഥമാകാതിരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോളിസി എടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ICICI പ്രൊഡൻഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.